കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വിശ്വാസികൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യം എന്ന പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് 5000-ലധികം കമൻറ്റുകളാണ് കുറഞ്ഞ ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കിട്ടിയത്. അതിനു പുറമെ അനവധി ആളുകൾ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയും മെയിൽ ഐ ഡിയിലൂടെയും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. റഫീഖ് സലഫി എന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു മതപണ്ഡിതനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇതിനൊരു റെസ്പോൺസായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹം മുൻപും എൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ശാസ്ത്ര വീഡിയോകളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വളരെ മാന്യമായിട്ട് എൻ്റെ ചോദ്യത്തെ ഒരു രീതിയിലും വളച്ചൊടിക്കാതെ കൃത്യമായിട്ട് എൻ്റെ ചോദ്യം തന്നെ ആദ്യം കാണിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വളരെ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു രീതിയിലും എന്നെ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. കുറേയധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകളും ഇത്തരത്തിൽ തന്നെ ഒട്ടും വ്യക്തിഹത്യ ചെയ്യാതെ അസഭ്യമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നേരിട്ട് തന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കുറേയധികം പേര് വളരെ മോശമായ ഭാഷയിൽ എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്, ഇപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഭാര്യയെക്കുറിച്ച് പോലും മോശമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട്, എൻ്റെ അമ്മൂമ്മയെ അസഭ്യം പറഞ്ഞുകൊണ്ട്, എൻ്റെ അമ്മൂമ്മയൊക്കെ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്, എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തലയറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ പറയാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പക്കൽ ഉത്തരമില്ല. അവർക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ മോശമായ ഭാഷയിലും മിണ്ടരുത്, ഷടപ്പ് എന്ന രീതിയിലൊക്കെയുള്ള റെസ്പോൺസുകൾ രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇത്തരത്തിൽ മാന്യമായിട്ട് നമ്മുടെ ചോദ്യത്തിന് റെസ്പോൺസ് തന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ് റഫീഖ് സലഫി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലുള്ള ആ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് ഞാനും അദ്ദേഹത്തിൻ്റെ ആ ഉത്തരത്തെ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവനായിട്ട് കാണിക്കാൻ പ്രയാസമാണ്, കാരണം വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗം ഞാനിവിടെ കാണിക്കാം. കൂടാതെ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ എൻ്റെ ചോദ്യവും കൃത്യമായിട്ട്, അതായത് ആ ചോദ്യത്തെ എങ്ങനെയാണോ കാണിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ 20 മിനിറ്റോളമുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അതിൽ തന്നെ എൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം തെറ്റാത്ത രീതിയിൽ കൃത്യമായിട്ട് ഒരു വീഡിയോയുടെ ആ ഒരു സെഗ്മെൻറ്റ് മുറിച്ചെടുത്ത് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനും ആ ഒരു ഭാഗം മുതൽ തന്നെ കാണിക്കാം. അപ്പോൾ ഈ ചോദ്യം അല്ലെങ്കിൽ ആ വീഡിയോ, എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വീണ്ടും ആ വീഡിയോ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതിലെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന റെസ്പോൺസും ഞാനിവിടെ കാണിക്കാം. കഴിഞ്ഞ 18 വർഷത്തിലധികമായി എന്നോടൊപ്പം ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ആർക്കും ഒരു ഉത്തരവും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, തുടക്കത്തിൽ നിങ്ങൾ കണ്ട വീഡിയോ, അതിൽ സംസാരിക്കുന്ന ആ വ്യക്തി ഒരു ശാസ്ത്ര അധ്യാപകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അദ്ദേഹം വീഡിയോകൾ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ ചിലതൊക്കെ ഞാനും കേൾക്കാറുണ്ട്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലതും അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ വളരെ ഇൻഫോർമേറ്റീവാണ്, വൈജ്ഞാനികമാണ്, ഉപകാരപ്രദമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച വീഡിയോ, അതിൽ അദ്ദേഹം ശാസ്ത്രീയ വിഷയമല്ല പറയുന്നത്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ആ പരാമർശത്തിൽ, ആ സംസാരത്തിൽ അദ്ദേഹത്തിന് അബദ്ധം പിണഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രതികരണവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാനുണ്ടായ കാരണം. എന്താണ് അതിൽ അദ്ദേഹം പറയുന്നത്? 18 വർഷത്തിലധികമായി അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാണ്. അതായത് 18 വർഷത്തിലധികമായി അദ്ദേഹം കൊണ്ടു നടക്കുന്ന കൃത്യമായ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അദ്ദേഹം പലരോടും ചോദിച്ചു, പക്ഷേ അവർക്കൊന്നും കൃത്യമായ നിലക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യം ചോദിക്കപ്പെട്ടവരിൽ പലരും, അദ്ദേഹത്തിന്റെ ഭാര്യയടക്കം പലരും അവിശ്വാസികളായി മാറി എന്നാണ് ആ ചോദ്യം കേട്ടപ്പോൾ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, വർഷങ്ങളായി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ പറഞ്ഞു തരണം, എന്നിട്ട് എന്നെ ഒരു വിശ്വാസിയാക്കണം എന്നൊക്കെയാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നുമുണ്ട്. ഈ ചോദ്യം എനിക്ക് ചോദിക്കണം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയണം. അത് ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ്. എങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ് എന്ന് ആദ്യം കേൾക്കാം, എന്നിട്ട് അതിനുള്ള ഉത്തരം എന്താണ് എന്നും നമുക്ക് അന്വേഷിക്കാം. അന്നും ഇന്നും ഞാൻ കരുതുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതാണ്. ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തതെന്നായിരുന്നു. എൻ്റെ പ്രിൻസിപ്പൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡെഫിനിഷൻ, ദൈവത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദൈവം സകലതും കാണുന്നുണ്ട്, എല്ലായിടത്തുമുണ്ട്, സർവ്വശക്തനാണ്. അതായത് എവിടെ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന്. ആ ദൈവം ഈ പീഡനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരുണ്ടായ കാലഘട്ടം മുതൽ തന്നെ നടക്കുന്നത്. ദൈവം എന്തുകൊണ്ടാണ് അവിടെ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് അത് തടയാത്തത്? എന്തുകൊണ്ട്, എങ്ങനെ ദൈവത്തിനത് പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും? ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. ചോദ്യം ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: ദൈവം എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാറ്റിനും കഴിവുള്ളവനാണ് ദൈവം.
എന്നിട്ടും ഈ ലോകത്ത് നടക്കുന്ന ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങൾ അത് ദൈവം കാണുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് എല്ലാറ്റിനും കഴിവുള്ള, എല്ലാം കാണുന്ന, അറിയുന്ന ദൈവം അത് തടുക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു പരീക്ഷാ ഹാൾ, അതിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ പരീക്ഷ നിയന്ത്രിക്കുവാനും ആ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ വീക്ഷിക്കുവാനും നിരീക്ഷിക്കുവാനും ഒക്കെ ഒരു ഇൻവിജിലേറ്ററും ആ പരീക്ഷാ ഹാളിലുണ്ട്, ഒരു അധ്യാപകനും ആ പരീക്ഷാ ഹാളിലുണ്ട്. അദ്ദേഹം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ചുറ്റി നടന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു പരീക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തരക്കടലാസിൽ അബദ്ധങ്ങൾ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നതാണ് ആ അധ്യാപകൻ കാണുന്നത്. അദ്ദേഹം കുറച്ചു നേരം അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് തൊട്ടപ്പുറത്തേക്ക് ഒന്നും മിണ്ടാതെ, ഒന്നും പ്രതികരിക്കാതെ നടന്നുപോയി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും പറയുമോ ജീവിതത്തിൽ വളരെ നിർണായകമായ, ആ വിദ്യാർത്ഥിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ആ പരീക്ഷയിൽ ആ വിദ്യാർത്ഥി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയെ തിരുത്താത്ത ആ അധ്യാപകൻ എന്ത് അധ്യാപകനാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? ആ അധ്യാപകൻ എത്രമാത്രം ക്രൂരനാണ്! അയാൾ ആ വിദ്യാർത്ഥിയുടെ കൈക്ക് പിടിച്ച് ആ വിദ്യാർത്ഥിയെ തിരുത്തേണ്ടതല്ലേ? പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നഷ്ടമായില്ലേ? ആ അധ്യാപകൻ എന്തൊരു അധ്യാപകൻ എന്ന് നമ്മൾ ആരെങ്കിലും പറയുകയോ ആ നിലക്ക് പ്രതികരിക്കുകയോ ചെയ്യുമോ? ചെയ്യില്ല. എന്ത് ചെയ്യത്? അതൊരു പരീക്ഷാ ഹാളാണ്. അവിടെ തിരുത്തേണ്ട സന്ദർഭമല്ല, അവിടെ തെറ്റ് തിരുത്താനുള്ള വേദിയല്ല, മറിച്ച് അതിന്റെ റിസൾട്ട് പിന്നെയാണ് വരുന്നത്. ഇതുപോലെയാണ് ഈ ഭൗതിക ജീവിതം. സാർ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം, അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ചാനലിൽ പോയി കാണാവുന്നതാണ്. ഇതിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, വിശ്വാസികളായിട്ടുള്ള ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയം ഉപയോഗിച്ച് അദ്ദേഹത്തിന് റെസ്പോൺസ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് അദ്ദേഹം അവതരിപ്പിച്ചതുപോലെ ഒരു രീതിയിലുള്ള വ്യക്തിഹത്യം നടത്താതെ, അദ്ദേഹത്തിൻ്റെ ആ മതത്തെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാതെ മാന്യമായ ഭാഷ കൊണ്ട് തന്നെ നമുക്ക് റെസ്പോൺസ് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പം ഞാനും അത്തരത്തിലുള്ള റെസ്പോൺസുകൾക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. കൂടാതെ അസഭ്യം പറയുന്ന ആളുകളുടെ കമൻറ്റുകളിൽ ഞാൻ അങ്ങനെ റെസ്പോൺസ് ഒന്നും കൊടുക്കില്ല. വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണെങ്കിൽ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ഉത്തരമനുസരിച്ച് ഒരു പരീക്ഷയാണ് നടക്കുന്നത്. ഭൂമിയിലെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഓരോ വ്യക്തികളും പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തെറ്റുകൾ ഉത്തരക്കടലാസിൽ എഴുതുന്നത് പോലെയാണ് അവർ ഇവിടെ പല തെറ്റുകളും കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റൊരു ലോകത്തേക്ക് പോകാൻ സാധിക്കും. എന്നാൽ വളരെ മോശമായിട്ടാണ് അതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ അവർക്ക് പോകാൻ കഴിയുന്നത് നരകമായിരിക്കും. ഈ പരീക്ഷ നടത്തുന്ന ആരാണ്? ഇങ്ങനൊരു പരീക്ഷ നടത്തണമെന്ന് തീരുമാനിച്ച ആളാരാണ്? അവിടെ പരീക്ഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ സെറ്റ് ചെയ്തത് ആരാണ്? ഉറപ്പായിട്ടും അത് ദൈവം തന്നെയാണ്. അല്ല മറ്റൊരാളാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നല്ല ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. ദൈവം ഒന്നല്ലെങ്കിൽ ഒരുപാട് ദൈവമായിക്കോട്ടെ, പലരുടെയും വിശ്വാസം അനുസരിച്ച് ഒന്നോ ഒന്നിലധികമോ ദൈവം ഉണ്ടായിരിക്കാം. ആരാണെങ്കിലും ദൈവങ്ങളല്ലെങ്കിൽ ദൈവമാണ് ഈ ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. ആ പരീക്ഷണശാലയിൽ ക്രൂരമായിട്ടുള്ള പല പ്രവൃത്തികളും നടക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് ഈ പരീക്ഷ നടത്തുന്ന, ആ പരീക്ഷയുടെ ചോദ്യം സെറ്റ് ചെയ്തിരിക്കുന്ന, ആ ഭൂമി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ആ പരീക്ഷയിലെ പരീക്ഷണ വസ്തുക്കളാണ് ഓരോ ജീവജാലവും. 10 മാസവും 1 മാസവും 5 വയസ്സും ഒക്കെ പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ആ പരീക്ഷണത്തിന് അവരെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ വളരെ ക്രൂരന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ മനുഷ്യരുണ്ടെന്ന് ആ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിന് ഉറപ്പായിട്ടും അറിയാൻ സാധിക്കും. ആ മനുഷ്യർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം, നിങ്ങൾക്കതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപഴകാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ആരാണ് കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. മോശമായ രീതിയിൽ അവരെ പിച്ചി ചീന്താനും വർഷങ്ങളോളം അവരെ മോശമായിട്ട് ദുരുപയോഗം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. മറ്റുള്ള മനുഷ്യർ കാണുകയാണെങ്കിൽ അത് തടയും. ആരും കാണുന്നില്ലെങ്കിൽ, ആരും അറിയുന്നില്ലെങ്കിൽ വർഷങ്ങളോളം
ക്രൂരതയ്ക്ക് വിധേയമാകേണ്ടി വരുന്നതാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആയുഷ്കാലം മുഴുവനും ആ ട്രോമയിൽ ജീവിക്കേണ്ടി വരുന്നതാണ്. അതിൻ്റെ കാരണക്കാരൻ ശരിക്കും ആ കുറ്റം ചെയ്ത വ്യക്തിയല്ല, അങ്ങനെ കുറ്റം ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ്. ഇതിനെ എനിക്ക് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുമായിട്ടാണ് ഉപമിക്കാൻ സാധിക്കുന്നത്. ഈ ഭൂമിയിൽ നല്ല കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പലരും പറയുമായിരിക്കും. നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്ന പേരിൽ ഈ മോശമായിട്ടുള്ള ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ക്രൂരതകൾ കൂടി നടത്താൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണശാല, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തിയ വ്യക്തിയെ നടക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങളുടെ പേരിൽ നമുക്ക് പാടി പുകഴ്ത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരു പരീക്ഷണം നടത്തി അനവധി ആളുകളെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ആ ദൈവം തരുന്ന സ്വർഗം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. വേണമെങ്കിൽ എന്നെ നരകത്തിൽ കൊണ്ടുപോയി ചുട്ടുകൊന്നോളൂ, എനിക്ക് അതിലൊരു കുഴപ്പവുമില്ല. പക്ഷേ അത്തരത്തിൽ തരുന്ന ഒരു സ്വർഗവും എനിക്ക് വേണ്ട. അത്തരത്തിൽ ഒരു വലിയ പുനർജന്മം, ഒരു മികച്ച ഒരു പുനർജന്മമാണ് തരാൻ പോകുന്നതെങ്കിലും അത്തരത്തിലൊരു പുനർജന്മം എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഒരു രീതിയിലും ഈ ഒരു വ്യക്തിയെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പല ആളുകളും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഒരു മനുഷ്യനെ പോലെ ദൈവത്തെ കാണുന്നതെന്ന്. മനുഷ്യനെ പോലെയല്ല കാണുന്നത്, പക്ഷേ ഒരല്പം മനുഷ്യത്വം, അല്ലെങ്കിൽ ഒരല്പം കനിവ്, ഒരല്പം സ്നേഹം, 1.5% അല്ലെങ്കിൽ 0.001% എങ്കിലും ഒരല്പം കനിവുള്ള വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു പരീക്ഷണശാലയായിട്ട് ഈ ഭൂമിയെ മാറ്റില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഇമോഷനാകും. ഇത് പറയുമ്പോൾ എങ്ങനെ ഇമോഷൻ ആകാതിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇവിടെ പറയുന്നത് അതിക്രൂരമായിട്ടുള്ള പല സംഭവങ്ങളെക്കുറിച്ചുമാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പാണ് എൻ്റെ ഹിസ്റ്ററി ചാനലിൽ യൂണിറ്റ് 731 നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള പല പീഡനങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയുടെ റിസർച്ചിന് മുൻപ് തന്നെ എനിക്കറിയാമായിരുന്നു, കാരണം ഞാൻ ജപ്പാൻ്റെ ചരിത്രം വീഡിയോ ആയിട്ട് അവിടെ ചെയ്തിരുന്നു. അതുകൂടാതെ 2ാം ലോക മഹായുദ്ധം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ എനിക്ക് യൂണിറ്റ് 731 കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഒരു എക്സ്പ്ലിസിറ്റ്ലി ഒരു വീഡിയോ യൂണിറ്റ് 731 വേണ്ടി ചെയ്തപ്പോഴാണ് അവിടെ ശരിക്കും നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള പ്രവർത്തികളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് പുറം ലോകം പോലും അറിഞ്ഞിരുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചില വിസിൽ ബ്ലോവേഴ്സ് വന്നതിനെ തുടർന്ന് മാത്രമാണ് ലോകം അത് തിരിച്ചറിഞ്ഞത്. അത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്ന ആ 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ അതിക്രൂരമായിട്ട് പീഡനത്തിന് വിധേയമാക്കിയത്. അത് ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മുമ്പുള്ള മനുഷ്യനായിരിക്കില്ല. നിങ്ങളുടെ ലോകത്തെക്കുറിച്ചുള്ള ചിന്താഗതി തന്നെ മാറും. കാരണം അത്രയും മനസ്സ് നമ്മുടെ അങ്ങ് മരവിച്ചു പോകും. അത്രയും വർഷങ്ങളോളം, എത്രയോ വർഷം ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായി. കൃത്യം എത്ര പേർ അവിടെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടെന്ന് നമുക്കറിയില്ല. ഏത് രീതിയിലാണ് മരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ഈ യൂണിറ്റ് 731 നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം അറിയാം. പക്ഷേ മനുഷ്യരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിലും വളരെ മൃഗീയമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരുപാട് ക്യാമ്പുകളും ഒരുപാട് ചൂഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിൽ മിക്കതും രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രാതീത കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ നടന്നത് എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല. എത്രമാത്രം ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എത്രയോ പേർ പീഡനത്തിന് വിധേയമാകുന്നു, ആരും അറിയുന്നില്ല. ചിലപ്പോൾ പീഡിപ്പിക്കുന്നത് പിതാവായിരിക്കും. അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ, സ്വന്തം കുഞ്ഞിൻ്റെ മേലൊരു പരീക്ഷണം നടത്താനുള്ള അധികാരം കൊടുത്ത് ഒരു പരീക്ഷാ ഹാളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ലാബിലേക്ക് കടത്തി വിട്ടിരിക്കുന്നത് ദൈവമാണ്, അല്ലാതെ മറ്റാരുമല്ല. എന്നിട്ട് ദൈവം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതെല്ലാം ചെയ്യുന്നത് കണ്ടതിന് ശേഷം ഒരു വിധി എഴുതാൻ. അങ്ങനെ എന്തൊക്കെ വിധി എഴുതിയാലും ഈ ഭൂമിയിൽ ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുള്ള പീഡനത്തിന് മറുപടിയാകുമോ? ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും മറുപടിയാകത്തില്ല. ആ കുഞ്ഞിന് എത്രമാത്രം വലിയ സ്വർഗം കൊടുത്താലും, ആ വ്യക്തിക്ക് ക്രൂരമായി പീഡിപ്പിച്ച ആ വ്യക്തിക്ക് എത്രമാത്രം മോശമായിട്ടുള്ള ശിക്ഷ കൊടുത്താലും, എത്ര ക്രൂരമായിട്ടുള്ള ശിക്ഷ കൊടുത്താലും ഇവിടെ ആ അനുഭവിച്ചിട്ടുള്ള പീഡനത്തിനൊന്നും ഒരു മറുപടിയാകത്തില്ല. ഇവിടെ ഒരു വലിയ ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ദൈവമുണ്ടെങ്കിൽ ദൈവം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. പലരും പറയും, നീ ആരാണ് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ? എനിക്ക് ചോദ്യം ചോദിക്കാനല്ലേ പറ്റത്തുള്ളൂ. ചോദ്യം ചോദിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിക്കുന്നത് വളരെ മാന്യമായ ഭാഷയിലാണ്, കുറച്ച് ഇമോഷണലാണ്. ഇമോഷൻ എനിക്ക് വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കെങ്ങനെയാണ് ഇമോഷൻ ആകാതിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ തടയാനായിട്ട് പോകുന്നില്ല എന്നായിരിക്കും
ചില ആളുകൾ ചോദിക്കുക. അത്തരത്തിലുള്ള ചില കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യം പോയി ഈ സംഭവങ്ങളൊക്കെ തടയണം, എന്നിട്ട് വേണം ഇതിനെതിരെ പോരാടാനെന്നാണ് അല്ലെങ്കിൽ സംസാരിക്കാനെന്നായിരിക്കും പലരും ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, എവിടെയാണ് നടക്കുന്നത്? എനിക്ക് അറിയില്ല. ഞാൻ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെയാണ് അറിയുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് പോലീസ് അങ്ങനെ കേസെടുത്ത് ശിക്ഷിക്കാൻ പോകുമ്പം ഈ ഫോർ ദ പീപ്പിൾ സിനിമയിൽ കാണുന്നത് പോലെ അത്തരത്തിൽ ഹെൽമെറ്റൊക്കെ ധരിച്ച് ഞാൻ ആ വ്യക്തിയെ കൊല്ലാനായിട്ട് പോകണമെന്നാണോ പറയുന്നത്? ഞാൻ ജീവിക്കുന്നത് ജനാധിപത്യമുള്ള കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു രാജ്യത്താണ്. കോടതിയിലും ഇവിടുത്തെ ഭരണഘടനയിലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലുമൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. ഇവിടെ ഒരുപാട് പോരായ്മകളുണ്ട്. വർഷങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇവിടെ ഒരു വിധി ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ നേരിട്ട് പോയി ഒരു തോക്കും എടുത്തുകൊണ്ട് പോയി വെടിവെച്ച് കൊല്ലണമെന്നല്ല. ഒരുപക്ഷെ ഞാൻ കൊന്നേക്കാം. എൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് ആ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ കാണുന്നതെങ്കിൽ അത് കൊല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ അവരുടെ ആക്രമണം കൊണ്ട് ഞാൻ മരിക്കും. അവരുടെ ആക്രമണം കൊണ്ട് മരിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം ഒരാളെ തല്ലാനോ തല്ലി വീഴ്ത്താനോ ഉള്ള ആരോഗ്യവും അതിനുള്ള ഒരു ശക്തിയും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും ക്രൂരനായിട്ടുള്ളൊരു വ്യക്തി മിക്കവാറും എന്നെ അടിച്ച് നിലത്തിടാനായിരിക്കും, അല്ലെങ്കിൽ മുമ്പൊരു കമൻറ്റിൽ ഒരാൾ രേഖപ്പെടുത്തിയതുപോലെ എൻ്റെ തലയറുത്ത് കൊണ്ട് പോകാനൊക്കെ ആയിരിക്കും സാധ്യത. പക്ഷേ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല. എനിക്കും 2 കൊച്ചു കുട്ടികളാണ്, 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനൊരു കുഞ്ഞിനിൽ അങ്ങനൊരു ക്രൂരമായിട്ടുള്ളൊരു പീഡനം നടത്തുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖമായിരിക്കും. അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള എൻ്റെ കുഞ്ഞുങ്ങളുടെ ചിത്രമായിരിക്കും എനിക്ക് വരുന്നത്. ഞാനൊരു കോളേജ് തലത്തിൽ പഠിക്കുമ്പോൾ എന്നെ അത്രയും വൈകാരികമായിട്ട് വേട്ടയാടത്തില്ലായിരിക്കും. എന്നാലും ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങൽ എപ്പോഴും ഉണ്ടാകും. കാരണം ഇങ്ങനൊരു ചോദ്യം തന്നെ ഉണ്ടായത് ഞാൻ എൻ്റെ ടീനേജിലൂടെ കടന്നുപോയ കാലഘട്ടത്തിലാണ്. പിന്നീട് ഞാനൊരു അച്ഛനാകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് കുറേ കൂടെ വൈകാരികമായിട്ടുണ്ട്. കാരണം നമുക്കത് വളരെയധികം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇമോഷണൽ അല്ലാതെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇമോഷണൽ അല്ലാതെ ആളുകൾക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും? അതെനിക്കൊരു വലിയ ഒരു അത്ഭുതമാണ്. അതൊരു ചോദ്യമായിട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഞാൻ ഈ ഒരു ഉത്തരത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ, റഫീഖ് സലഫിയെ വേദനിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്നെ അത് എൻ്റെ ചോദ്യം അവതരിപ്പിച്ച് ഒട്ടും വളച്ചൊടിക്കാതെ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി തന്നിട്ടുണ്ട്. അതിൽ ഞാൻ വലിയ രീതിയിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. ആ ചോദ്യത്തിൽ അദ്ദേഹം തന്നിരിക്കുന്ന ഉത്തരം അത് ഒട്ടും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതിൻ്റെ റീസണാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.